ഡോക്ടർ പി കെ ഗോപൻ ഇപ്പോൾ എറണാകുളം മുതൽ ഇങ്ങോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ UDF-ന് സീറ്റുകൾ ഇപ്പം മലപ്പുറം ശരി അതല്ലാതെ സീറ്റുകൾ അധികമായി സമാഹരിക്കാൻ കഴിയുന്നത്. പത്തനംതിട്ട നിങ്ങൾക്ക് വലിയ അപ്രമാദിത്വമുള്ള ജില്ലയാണ്. അവിടെ പക്ഷേ UDF-ന് ഇത്തവണ പ്രതീക്ഷകളുണ്ട്. ശബരിമല വിഷയമടക്കം വലിയ ചർച്ചയായ ഇടമാണ്. ആറന്മുളയിലടക്കം ഇപ്പോൾ വീണ ജോർജ് വീണ്ടും മത്സരിക്കും എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. CPM-ന്റെ കാര്യം CPM ആണ് പറയേണ്ടത്. ശരി, അവിടെ പോലും വലിയ തോതിലുള്ള മത്സരമുണ്ടാകും. അവിടെ ജയിച്ചു വരാൻ കഴിയും. UDF-ന്റെ കോട്ടയായിരുന്നല്ലോ ഒരു കാലത്ത് എന്നുള്ളതൊക്കെയാണ് UDF-ന്റെ പ്രതീക്ഷ. നിങ്ങൾ എങ്ങനെയാണ് പത്തനംതിട്ടയിലെ മത്സരത്തെ കാണുന്നത്? പത്തനംതിട്ടയിലത് ഞാൻ പറയാം ശ്രീമതി മാധു. അതിനു മുമ്പ് ഒന്ന് രണ്ട് പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. ഒന്ന്, ശ്രീ ലിജു ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ തർക്കവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിൽ ഈ കൈവിട്ടു പോയാൽ അത് ജനാധിപത്യം, കയ്യിൽ നിൽക്കുമെങ്കിൽ പരസ്യ സംവാദം പാടില്ല, ഈ രണ്ട് വാക്കും മാധ്യമപ്രവർത്തക എന്നുള്ള തരത്തിൽ അങ്ങ് കേട്ടിട്ടുണ്ടാവും. അതായത് കോൺഗ്രസ്സിന് അവരുടെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരതിന് ജനാധിപത്യം എന്ന പേര് കൊടുക്കും. ജനാധിപത്യ പാർട്ടിയാണ്, ഇങ്ങനെയൊക്കെ പറയും, ഇങ്ങനെയൊക്കെ നടക്കും. ഇത് നമ്മൾ ഒത്തിരി കേട്ടതാണ്. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ പറയും പരസ്യ സംവാദം പാടില്ല എന്ന് പറയും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കെ സുധാകരൻ KPCC പ്രസിഡൻ്റായപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചത് ഞങ്ങൾ കേഡർ പാർട്ടിയാകാൻ, സെമി കേഡർ പാർട്ടിയാകാൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസ് CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ CPM കേഡർ പാർട്ടിയാണ്, അത്രയെത്താൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, പക്ഷേ ഞങ്ങൾ സെമി കേഡറാവും. സെമി കേഡറാവും എന്ന് പറഞ്ഞാൽ പരസ്യ സംവാദത്തിൽ ഞങ്ങൾ തടയിടുമെന്ന് കൂടിയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്രീ ലിജു ഇവിടെ പറഞ്ഞപ്പോൾ ആന്റണി കരുണാകരൻ, ശ്രീ AK ആന്റണി, ശ്രീ K കരുണാകരൻ, ശ്രീ ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ രമേശ് ചെന്നിത്തല, ഈ തർക്കം എത്ര ഒഴുക്കം മട്ടിൽ അദ്ദേഹം പറഞ്ഞു വിട്ടത്. ഈ കേരളത്തിൽ അന്തിച്ചർച്ചകളും പ്രശ്നങ്ങളും നിരവധി ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ കേരളത്തിലെ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ പ്രതിച്ഛായ ചർച്ചകളും ശീതള ഛായയും എന്തെല്ലാം അടിയും പിടിയും ബഹളവും DIC ഉണ്ടാകുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, ശ്രീ K മുരളീധരൻ ശ്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ച് നടത്തിയ പ്രസംഗം എടുത്തത് കേട്ടു നോക്ക് ശ്രീ ലിജു. ശ്രീ ഉമ്മൻചാണ്ടി, നിങ്ങൾ ആരാണ്? നിങ്ങൾ മദ്യമാഫിയുടെ ആളാണ്, നിങ്ങൾ കേരളത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്നൊക്കെ നടത്തിയ പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തിയ പ്രസംഗം എടുത്ത് നോക്ക്. ഈ കേരളത്തിൽ 10 വർഷം മുമ്പ് നടന്ന അത്തരം കാര്യങ്ങൾ ഓർമ്മയുള്ള ആരെങ്കിലും നിങ്ങളെ തിരിച്ചു വിളിക്കാൻ ആഗ്രഹിക്കുമോ? നിങ്ങൾ എന്തുമാത്രം വിഴുപ്പലക്കുകളാണ് ഈ കേരളത്തിൽ നടത്തിയത്? അതിന് പകരമായിട്ട് നിങ്ങൾ പറയുന്നത് CPM-ൻ്റെത് ശ്രീ പിണറായി വിജയൻ ഏകാധിപതിയാണെന്നാണ്. ശ്രീ ലിജു, എല്ലാ ദിവസവും CPM-ൻ്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് കൂടും. ആഴ്ചയിൽ ഒരു ദിവസം CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടും. മാസത്തിലൊരിക്കൽ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടും. ഈ ഘടകങ്ങളിലാണ് CPM താഴെ തട്ട് വരെ നടക്കും. ഈ ഘടകങ്ങളിലാണ് CPM-ൻ്റെ ചർച്ച. ശ്രീ പിണറായി വിജയനും എന്തിന് സാക്ഷാൽ EMS വരെ ഇത് കേട്ടുകൊണ്ട് ഓരോ 3 വർഷം കൂടുമ്പോഴും നടക്കുന്ന സമ്മേളനങ്ങളിൽ അവരെക്കുറിച്ച് പറയുന്ന വാക്കുകൾ, അവരെക്കുറിച്ചുള്ള വിമർശനങ്ങൾ, അവർക്ക് തിരിച്ച് പാർട്ടി സഹാക്കളെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ, ഇത്ര കൃത്യമായി നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ CPM. ഇവിടെ ഏകാധിപതി ആയതുകൊണ്ടല്ല, പിണറായി വിജയന്റെ ഭരണശേഷി ഉള്ളതുകൊണ്ട് അദ്ദേഹം 5 വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആ 91 സീറ്റ് കൊണ്ട് അദ്ദേഹം ഭരിച്ചു തുടങ്ങിയെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് 99 സീറ്റ് കൊടുത്തത് ആ നേതൃത്വ വൈഭവത്തിന് കൊടുത്ത അംഗീകാരമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം രണ്ടാമത് മുഖ്യമന്ത്രിയായത്. അപ്പൊ അതല്ലാതെ ഏകാധിപതി ആയതുകൊണ്ടല്ല, നിങ്ങൾക്കത് കഴിയില്ല. ഈ അങ്ങ് പറയുന്ന ഈ സംഘടനാ സംവിധാനവും അതിന്റെ മുന്നോട്ടുള്ള പോക്കും, LDF എന്ന് പറയുന്ന സംവിധാനവും ക്യാബിനറ്റ് എന്ന് പറയുന്ന ചർച്ചാവേദിയും ഒക്കെ ഉള്ളപ്പോൾ രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും അവസാനം PM-ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യവും KTU അടക്കമുള്ള ഇടങ്ങളിലെ VC-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും യാതൊരു തരത്തിലുള്ള ഇത്തരം മാനദണ്ഡങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചർച്ചകളില്ലാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ന വിശദീകരണം കൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റിയിലെ കാര്യത്തിൽ തീരുമാനമുണ്ടായത്. PM-ശ്രീയുമായി ബന്ധപ്പെട്ട് MA ബേബി തന്നെ പറഞ്ഞു അങ്ങനെ ഒരു വിവരം അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ പിന്നെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അങ്ങ് പറയുന്ന ഈ സംഘടനാ സംവിധാനം കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ അതായത് നേരെ നോക്കി മാത്രം പായുന്ന കുതിരയെ പോലെ പോവുകയാണ് എങ്കിൽ? ശ്രീമതി മാധു, ഇത് 100 കണക്കിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ്. VC-യുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയെ ഗവർണർ വിളിച്ച കാര്യവും സുപ്രീം കോടതി അത് സമവായത്തിലെത്താൻ ആവശ്യപ്പെട്ടതും, അങ്ങനെ മുഖ്യമന്ത്രി ഒരു പേരും ഗവർണർ ഒരു പേരും നിർദ്ദേശിക്കേണ്ടി വന്ന സാഹചര്യമൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. രണ്ടാമത് PSCയുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ ഘടകത്തിൽ ചർച്ച ചെയ്തില്ല എന്നുള്ളതല്ല, അത്
പിന്നെ LDF-നകത്ത് ധാരണയാക്കുന്നതിൽ പറ്റിയ പാളിച്ചയാണെന്നാണ് CPIM നേതൃത്വം വിശദീകരിച്ചിട്ടുള്ളത്. അത് കേരളത്തിൽ 1700 കോടി രൂപ മറ്റൊരു പ്രോജക്റ്റിന് തരാതിരുന്നിട്ട് ഇതിനകത്ത് കയറി പിടിക്കുകയാണ്. 1700 കോടി രൂപ SSK ഫണ്ട് കിട്ടാനുണ്ട്. SSK ആയിട്ട് ബന്ധമില്ലാത്ത PMC നമ്മൾ ചർച്ച ചെയ്തതാണ്. അല്ല അത് തന്നെ നൂറുകണക്കിന് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ഒന്നോ രണ്ടോ പ്രശ്നങ്ങളാണ് ശ്രീമതി മാധു ഇവിടെ പറയുന്നത്. നേരെ മറിച്ച് ഈ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരു ഏകാധിപതിയുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ടല്ല, ജനാധിപത്യ പാർട്ടിയാണ്. ഇനി ഒരു കാര്യം കൂടി, ശ്രീ മാധു, KPCCക്ക് എത്ര സെക്രട്ടറിമാരുണ്ട്, DCCക്ക് എത്ര സെക്രട്ടറിമാരുണ്ട്? ഇവരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു സംവിധാനം തിരഞ്ഞെടുക്കുന്നതാണോ, അതോ മുകളിൽ നിന്ന് ഒരു കമ്മിറ്റിയോ ഒരാളോ അവരെ പോസ്റ്റ് ചെയ്യുന്നതാണോ? ഹൈക്കമാൻഡ് ഇങ്ങോട്ട് നിർദ്ദേശിക്കുന്നതാണ്. DCC പ്രസിഡന്റ് ആവണമെങ്കിൽ ഹൈക്കമാൻഡ് ഒപ്പിട്ട് നിയമിക്കുകയാണ്. പത്രവാർത്ത വരുന്നതും അവർ പറയുന്നതും ഇന്ന പോസ്റ്റിലേക്ക് നിയമിച്ചു എന്നാണ്. CPM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറിയെ നിയമിക്കാൻ പറ്റുമോ? CPM-ന്റെ ഒരു ബഹുജന സംഘടന ഭാരവാഹിയെ നിയമിക്കാൻ പറ്റുമോ? പിണറായി വിജയൻ ഒരാളുടെ പേര് നിർദ്ദേശിക്കാൻ പറ്റുമോ? ഇതെല്ലാം അതാത് ജില്ലാ കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുക്കുന്ന 3 വർഷം കൂടുമ്പോഴുള്ള സമ്മേളനങ്ങൾ പാനൽ അവതരിപ്പിച്ച സെക്രട്ടേറിയറ്റ് എടുക്കുന്നത്. ഒരു ജനാധിപത്യവും ഇല്ലാത്തൊരു പാർട്ടിയാണ് വന്നിരുന്നിട്ട് ഞങ്ങൾക്ക് ജനാധിപത്യം ഉള്ളത് കൊണ്ടല്ല, അധികാരമോഹവും അധികാര തർക്കവും ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കകത്ത് ഈ തമ്മിലടി നടക്കുന്നത്. നിങ്ങൾക്ക് എത്ര KPCC സെക്രട്ടറിമാർ വേണോ? യഥാർത്ഥത്തിൽ നിങ്ങൾ എത്ര എടുത്തു വെച്ചേക്കുന്നത്? നിങ്ങൾക്ക് അല്ല, ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്? അത്ര തർക്കമാണ്. അതുകൊണ്ട് അതാണ് അതിനെ സംബന്ധിച്ചുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ BJP-യുടെ സുഹൃത്ത് ഇവിടെ പറഞ്ഞ് ശ്രീ ജയചന്ദ്രൻ ഇവിടെ പറഞ്ഞ കാര്യം, ഈ ത്രിപുര ഉൾപ്പെടെയും നിങ്ങൾ ഈ കേരളത്തിലെ വോട്ടിന്റെ കാര്യവും പറഞ്ഞു. ത്രിപുരയുടെ കാര്യം ഞങ്ങളുടെ പുറത്തോട്ട് വെക്കണോ? ശ്രീ ലിജു ഇവിടെ പറഞ്ഞു ത്രിപുരയുടെ കാര്യം. ത്രിപുരയിൽ കോൺഗ്രസിന് 35% വോട്ടുണ്ടായിരുന്നു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ. ആ 35% എത്ര കൃത്യമായിട്ടാണ് BJP-ക്കായി 3-4% വോട്ടുണ്ടായിരുന്നു BJP-ക്ക്. CPM നോക്കുമ്പോൾ ഈ 35% വോട്ട് BJP-ക്ക് മാറ്റിക്കൊടുക്കുകയാണ്. ബൂത്ത് പ്രസിഡന്റ് മുതൽ MLA-മാർ മുഴുവൻ BJP വിലക്കെടുത്തോണ്ട് പോയി. നിങ്ങൾ മുന്നണി സംവിധാനം മാറിയതല്ല അവിടെ. കേരളത്തിൽ ശ്രീ സുരേന്ദ്രൻ മുന്നണി സംവിധാനം മാറ്റുന്നതിനെ കുറിച്ചാണ് പറഞ്ഞെന്ന് അങ്ങ് പറഞ്ഞത്. നിങ്ങൾ മൊത്തം MLA-മാരെ വിലക്കെടുത്തോണ്ട് പോയതാണ്. ഈ ആസാമിലെ മുഖ്യമന്ത്രിയെ മൊത്തം BJP വിലക്കെടുത്തോണ്ട് പോവുകയല്ലേ ചെയ്തത്. എത്രയോ MP-മാരെ MLA-മാരെയും കോൺഗ്രസിൽ നിന്ന് നിങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് കേരളത്തിലെ മുന്നണി സംവിധാനത്തിന്റെ മാറ്റമായിട്ടല്ല ശ്രീ സുരേന്ദ്രൻ 35 പറഞ്ഞത്. 35 BJP-ക്ക് കിട്ടിയാൽ ബാക്കി കോൺഗ്രസിൽ നിന്ന് വിലക്കെടുക്കാൻ പറ്റുമെന്നാണ്. അല്ല, ഒരു കാര്യം കൂടി, ഇതിന്റെ വോട്ട് പെർസെന്റ് അല്ല ശരി, കോൺഗ്രസിന്റെ വോട്ട് പെർസെന്റ് മാത്രമല്ല CPM-ന്റെ വോട്ട് പെർസെന്റ് എവിടെ പോയി എന്നുള്ളത് വലിയ കാര്യമാണ് കേട്ടോ. 2013 അവിടെ 48-ഉം 18-ൽ 42-ഉം 2023-ൽ 22-ഉം നിങ്ങളുടെ ശതമാനമാണ്. കോൺഗ്രസിന് പോയി എന്നുള്ളത് ലിജു പറയട്ടെ, പക്ഷെ നിങ്ങളുടെ വോട്ട് പെർസെന്റും അവിടെ കുത്തിയൊലിച്ച് പോയിട്ടുണ്ട്. ശ്രീ PK ഗോപൻ, അല്ലെ ഞങ്ങളുടെ വോട്ട് കുറഞ്ഞപ്പോഴും 22% ഉണ്ട് ശ്രീ മാധു. എവിടെ നിന്നാണ് നിങ്ങൾക്ക് എത്രയായിരുന്നു? അല്ല, ഞങ്ങൾക്ക് 40% താഴെ വോട്ടേ ഉള്ളായിരുന്നു അവിടെ. കോൺഗ്രസിന് 35-38%. ആ കോൺഗ്രസിന്റെ പ്രതിപക്ഷവും BJP-യുടെ 3 ചേർന്നപ്പോഴാ ത്രിപുരയിൽ ശ്രീമതി മാധു കോൺഗ്രസിന്റെ 35 BJP-യുടെ 3-4% ചേർന്നപ്പോ ഞങ്ങളെക്കാൾ 2% അധികം കിട്ടി. അങ്ങനെ ആ ത്രിപുര അവർക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് 48-ൽ നിന്ന് 24-ലേക്ക് പോയി ശ്രീ PK ഗോപൻ. അതുപോലെ നമ്മുടെ വിഷയമല്ലേ ഇപ്പം. ശരി, ശ്രീ M ലിജു, ഇത് നോക്കൂ, നിങ്ങൾ ഏകഛത്രാധിപതി ഏത് സമയത്താണ്? അവസാന സമയത്തെ കണക്കാ ഞാൻ പറയുന്നത്. ഞാൻ അതിന് മുമ്പേ ഉള്ള കാര്യമാണ് പറഞ്ഞത്, കാരണം മുമ്പേ ഉള്ള കാര്യമാണ് മറ്റുള്ളവർ പറഞ്ഞത്. ശരി,